പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും
എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞില്ലേ, ദൈവ ഇടപെടൽ ഉറപ്പ് വരുത്തുന്ന 2 മെത്തേഡുകളുണ്ട്. ഒന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്താണ്? കുഷ്ഠരോഗി ഈശോയെ കാണുമ്പോൾ പറയുന്നു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, ആർക്കും മനസ്സില്ലെങ്കിലും അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈശോയും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു, ആർക്കും മനസ്സില്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സുണ്ട്, നീ ജീവിക്കുക എന്ന് പറയും. അതുപോലൊരു സംഭവമാണ് യോഹന്നാൻ 5:6. അവൻ പറഞ്ഞു കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിനു മുമ്പ് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് 5:5. യോഹന്നാൻ 5:5-6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. 38 വർഷമായ തലവാദ രോഗി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ വളരെ നാളായി കിടക്കുന്നത് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കാലഹരണപ്പെട്ടു പോയ ആളാ, ഖണ്ഡം ചെയ്ത ആളാ. വെച്ചുകഴിഞ്ഞാല് ഇനി ഒരു മുള, പ്രത്യാശയുടെ മുള കിളിർത്തു വരാനുള്ള അവസാന സാധ്യതയും തീർന്നു. ബന്ധുക്കളൊക്കെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നതാണ്, ബൈസ്റ്റാൻഡറായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നായിരിക്കും ഇയാൾക്ക്. ഇയാളെ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവരുടെ ചിറകിൽ പറന്നു പോയതാ. നമ്മ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ബോധം പോകാനേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്താണ്? നമുക്ക് ബോധം പോയാൽ അവർക്ക് പോകണമല്ലോ. അപ്പം നമ്മളറിയത്തില്ല. അതാണ് വിഷയം. അപ്പം അതിനെല്ലാം ഈശോ ചോദിക്കണ ഒരു ചോദ്യം, ഇതൊക്കെയാണ് നിൻ്റെ അവസ്ഥയെന്ന് വിചാരിച്ചോ? നീ ബോധം പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. പറയണ്ട്, എനിക്ക് ആരുമില്ലെന്ന് പറയണതേ ഒരു ചങ്കെ കൊണ്ട വർത്തനാണ്. നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്കാരുമില്ലെന്ന് പറയരുത്. അഥവാ പറയുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാവും. അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട്. നീ ഒരു ഓർഫണാകാം, പക്ഷെ നിനക്ക് ഞാനുണ്ട്. ആരും ഓർഫണാകരുത്, ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യാവതാരം ചെയ്ത് പാപത്തിന് പരിഹാരം ചെയ്ത് കുരിശുമരണം വരിച്ചു. പിതാവത് മഹത്വപൂർണമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുകയാണ്. ആ ഒരു ബോധം നിനക്കുണ്ട്. വിശ്വാസം നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ജ്ഞാനസ്നാന പുസ്തകത്തിലുണ്ട്. വിശ്വാസം നിനക്ക് എന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസ്നാന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും. പറയും, വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു. അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും, നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സപ്പോൾ പറയും, വിശ്വാസം നിനക്ക് ക്രിസ്തുവിനെ തരും. ക്രിസ്തുവില്ലെങ്കിൽ നിത്യജീവൻ കൊണ്ട് എന്ത് പ്രയോജനം?
എൻ്റെ പേര് സനിത. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. ഞാൻ 2024 ജനുവരി 18 തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മയും എൻ്റെ അച്ഛൻ്റെ പെങ്ങളും പറഞ്ഞു, ഒരു പള്ളിയുണ്ട്, അവിടെ ഞാൻ നിന്നെ കൊണ്ടുപോകാം, ആലപ്പുഴയാണ് സ്ഥലം, നിനക്ക് അവിടെ ചെന്നാൽ മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എവിടെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അവരുടെ കൂടെ ഞാൻ വന്നു. ബസ് സ്റ്റോപ്പിലൂടെ വന്നിറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ കാണുന്നത് കൃപാസനം. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെയാണോ വന്നത്, കാരണം ഞാൻ ഇതിനു മുമ്പ് പല സ്ഥലത്തും വെച്ച് പലരും എനിക്ക് പത്രം തന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങോട്ടാണ് ഞാൻ വന്നത്, ഇവിടെ എല്ലാം ശരിയാവോ എന്നൊക്കെ ഓർത്ത് ഞാൻ പയ്യെ പതുങ്ങി കയറിപ്പോന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ട് ഫീൽ ചെയ്യും ഇവിടെ കയറി വന്നപ്പം. തല ഇറങ്ങുന്ന പോലെയും വിറയ്ക്കുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ എനിക്ക് ഇറങ്ങി പോയാൽ മതി എന്നൊക്കെ തോന്നുക. അപ്പം ഞാൻ ഓർത്തു എനിക്കെന്തോ ഇവിടെ നിൽക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ പറഞ്ഞു, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക, ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്തെന്നറിയില്ല, എനിക്ക് ഒത്തിരി കരച്ചിൽ വന്നു. ഞാൻ കുറേ കരഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ ഒരു വിഷമം, കരഞ്ഞ് പോകുന്ന പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ പെങ്ങൾ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. എന്താ ഉടമ്പടി എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷേ എന്താ ഉടമ്പടി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഉടമ്പടി എടുക്കാൻ പോയി. ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് പേപ്പറിൽ കുറേ എഴുതാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഈ അസുഖത്തിൻ്റെ കാര്യം മാത്രം ഞാൻ എഴുതിയില്ല, ഞാൻ മറന്നുപോയി. ശ്വാസമുട്ടിൻ്റെ കാര്യം ഞാൻ എഴുതിയില്ല. ബാക്കി എൻ്റെ കുറേ ആവശ്യങ്ങൾ, എനിക്ക് വീട്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ എഴുതി വെച്ചു. ഞാനിവിടെ വന്ന് ഇവിടെ ഇതിലിട്ടു. ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും പറയാൻ മറന്നുപോയി. പോണ വഴിക്ക് എന്നോട് അച്ഛൻ്റെ പെങ്ങൾ ചോദിച്ചു, നീ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. പക്ഷേ അത് ഇപ്പോൾ ഈ 2026 ജനുവരി ആയിട്ടും പിന്നെ എനിക്ക് അസുഖം വന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അസുഖം ഇല്ല. ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുമില്ല. പക്ഷേ എനിക്ക് പിന്നെ വന്നിട്ടില്ല. ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആയുർവേദം ഞാൻ കഴിച്ചു, മാറിയില്ല. പക്ഷേ ഈ അമ്മയുടെ മുമ്പിൽ ഞാനൊരു അസുഖം, ഇങ്ങനൊരു അസുഖം മാറാനാണ് ഞാൻ വന്നതെന്ന് പോലും ഞാൻ ഓർത്തിട്ടില്ല. പക്ഷേ ഇത്രയും ഈ 26 ജനുവരി ഇന്ന് 24 തീയതിയായി, ഇതുവരെ എനിക്ക് അസുഖം പിന്നെ വന്നിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ മെയിനായിട്ട് ഞാൻ ഉടമ്പടിയിൽ എഴുതിയത്, എനിക്കൊരു വീട് വേണമെന്നായിരുന്നു. ഒരു 8-10 കൊല്ലം മുമ്പ് ഞാനൊരു സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വഴിക്ക് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് വീട് പണിയാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് വിൽക്കണം എന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കുറേ നടന്നു, വിൽക്കാനായിട്ട് ഒരുപാട് വർഷങ്ങളോളം ഞങ്ങൾ നടന്നു, അത് വിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു രണ്ടാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി, പ്രാർത്ഥിച്ചു, നടക്കുന്നില്ല, വിൽപ്പന നടക്കുന്നില്ല. മൂന്നാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഞാനിവിടെ ഒരു എഴുതുന്നിടത്ത് നമ്മൾ പറഞ്ഞു, ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, ഈ അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ സ്ഥലം വിൽക്കണം, എന്നിട്ട് എനിക്കൊരു വീടോടുകൂടി മേടിക്കണം. കാരണം എനിക്കൊരു വീട് പണിയലെന്ന് പറയുന്നത് ഇനിയത്തെ കാര്യം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് വിറ്റിട്ട് എവിടെയെങ്കിലും വീടും സ്ഥലം കൂടെ മേടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ പ്രാർത്ഥിക്കരുത്, നിനക്ക് നല്ലൊരു ഭവനം വേണമെന്ന് നീ പ്രാർത്ഥിച്ചോ. എൻ്റെ മനസ്സിൽ തോന്നുന്നത് നീ ഇവിടെ ഒരു നല്ലൊരു ഭവനം കിട്ടിയതിന് അമ്മയോട് നന്ദി പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏത് വചനമാണ് വായിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞപ്പോൾ എനിക്കൊരു വചനവും പറഞ്ഞു തന്നു, എനിക്കൊരു ബൈബിളും തന്നു. ഇവിടെ നിന്ന് എൻ്റെ കയ്യിൽ ഫുൾ പൈസ അന്നേരം ഉണ്ടായില്ല ബൈബിൾ മേടിക്കാൻ. അപ്പോൾ എൻ്റെ ക്യൂവിൽ പുറകിൽ നിന്നൊരു ചേച്ചി, എനിക്ക് അറിയത്ത് പോലുമില്ല, ആ ചേച്ചി പെട്ടെന്ന് ഞാൻ പൈസ കൊടുക്കാമെന്നും പറഞ്ഞ് ആ കന്യാസ്ത്രീ അമ്മയോട് പറഞ്ഞ് വേറെ 2 പേരും കൂടെ വന്ന് എനിക്ക് ഇവർ ഇവിടുന്ന് ബൈബിൾ തന്നു. എന്നിട്ട് എനിക്ക് അതിൻ്റെ അകത്തൊരു മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞു തന്നു ഇന്ന വചനം വായിച്ചാൽ മതിയെന്ന്. ഞാൻ ഊണിനും ഉറക്കത്തിലും ഒക്കെ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയാം. എനിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഫണ്ടില്ലായിരുന്നു. പക്ഷേ ജനുവരി 2025 ജനുവരിയിൽ ഡേറ്റ് ഞാൻ മറന്നുപോയി. എൻ്റെ പെരയ്ക്ക് ഞങ്ങൾ കുറ്റിയടിച്ചു. കാരണം സ്ഥലം വിൽപ്പനയായില്ല, അവിടെ വീട് വെക്കാനാണ് അമ്മയ്ക്ക് ആഗ്രഹം എന്ന് എനിക്ക് തോന്നി. അതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വഴി മേടിക്കാനായിട്ടും ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ വഴി ഞങ്ങൾക്ക് വാങ്ങാനും പറ്റി. അത് കുറ്റിയടിച്ചപ്പോൾ ആ കുറ്റിയടിച്ച ആൾ ഞങ്ങളോട് പറഞ്ഞു, ഞാനൊരു ഹിന്ദുവിൽ വിശ്വസിക്കുന്ന ആളാണ്, അപ്പം വീട് പണി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, പകുതി പണി വെച്ച് നിൽക്കും, സ്റ്റക്കാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലോർത്തു, എന്നോട് ആ കന്യാസ്ത്രീയമ്മ പറഞ്ഞത് ഫുൾ വീട് പണി പൂർത്തീകരിച്ച് നല്ലൊരു ഭവനം തന്നു എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് അമ്മ എന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ എനിക്ക് മാതാവിൽ വിശ്വാസമായി. ഞാൻ പറഞ്ഞു, പൈസ ഇല്ലെങ്കിലും വീട് പണി പൂർത്തീകരിക്കാൻ പറ്റും, എനിക്ക് നടക്കും എന്നൊരു വിശ്വാസം ഉണ്ടായി. ജനുവരി പെരമണി തുടങ്ങി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ പാല് കാച്ചി. ഞാനൊരു 800 സ്ക്വയർ ഫീറ്റ് വീട് പകുതി പണിക്ക് നിൽക്കുമെന്ന് പറഞ്ഞ വീട് ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ ഒരു 2 നില വീടായിട്ട് ഫുൾ പണി തീർത്ത് എനിക്ക് പാല് കാച്ചി താമസിക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മാതാവ് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. എപ്പോഴും ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കും, കാരണം അമ്മ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ വീട് എനിക്ക് എൻ്റെ അമ്മ തന്നതാണ്. അമ്മ ഇല്ലെങ്കിൽ എനിക്ക് വീടില്ല.
അങ്ങനെ അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ കുഞ്ഞ് SLC പഠിക്കുമായിരുന്നു. പഠിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്ന ആൾ. പക്ഷെ എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു, നല്ല മാർക്ക്, എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുന്നു, എൻ്റെ കുഞ്ഞിനും നന്നായിട്ട് പഠിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു. അവൾക്ക് നല്ല മാർക്കോടുകൂടി അവൾക്ക് പാസ്സാവാൻ പറ്റി. നല്ല സ്കൂളിൽ തന്നെ അഡ്മിഷനും കിട്ടി. ഞാൻ മാധവനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ആ വീട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അമ്മയില്ലെങ്കിൽ എനിക്ക് ആ വീടില്ല. ആ വീട് ഇപ്പം എന്താ പറയുന്നത്, വന്ന് കണ്ടവരെല്ലാവരും പറഞ്ഞു ഒരു സ്വപ്നം പോലത്തെ ഒരു വീട്. കാരണം ശരിക്കും ആ ഇതിലേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും മാതാവ് അവിടെ ഇരിക്കുന്ന പോലെ. എനിക്കതാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ വീടുകൾ തോറുമാണ് ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത്. ഓരോ വീട്ടിലും ചെന്ന് അവരെ കണ്ട് വീട്ടിലുള്ള ആൾക്കാരോട് വിശേഷമൊക്കെ പറഞ്ഞ്, അവരെ ബുദ്ധിമുട്ടുള്ളവരോട് ഈ മാതാവിൻ്റെ കഥകളെല്ലാം പറഞ്ഞ്, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് എല്ലാം പറഞ്ഞ് അവർക്കും ഭയങ്കര ആകാംക്ഷയായി. ഒരുപാട് പേര് വരുന്നുണ്ട്. അവരെ സ്ഥലം അറിയാത്തവരുണ്ട്, ദൂരെ കൊണ്ടുപോകാൻ ആളില്ലാത്തവരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, പത്രം പിടിച്ചോ, പ്രാർത്ഥിച്ചോ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോ, പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മ കൂടെ വരും, അമ്മ എല്ലായിടത്തും വരുന്നതാണ്, അമ്മ നിങ്ങളുടെ വീട്ടിലേക്കും വരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. പിന്നെ രോഗികളുടെ അടുത്ത് പോകാറുണ്ട്, ഹോസ്പിറ്റലിൽ പോയി കാണാറുണ്ട്. പിന്നെ ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ജോലി. അപ്പം ഞാൻ ഒത്തിരി പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ചാൻസും ഇല്ലായിരുന്നു. എൻ്റെ റാങ്ക് വന്നത് 3ാം റാങ്കാണ്. പക്ഷേ എന്തോ അത്ഭുതം എന്ന് പറയുക, രണ്ടാമത്തെ ആളാണ് കയറേണ്ടത്. പക്ഷേ രണ്ടാമത്തെ ആളെ വിളിക്കാണ്ട് 3ാമത്തെ റാങ്കുകാരിയായി എന്നെയാണ് ജോലിക്ക് സെലക്ട് ചെയ്തത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. കാരണം കാസ്റ്റ് വൈസ് വന്നപ്പോൾ എനിക്കായിരുന്നു ആ ഓപ്ഷൻ വന്നത്. അതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടി. രണ്ടാമത്തെ ആൾ മാറിപ്പോയി. പുള്ളിക്കാരത്തിയോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. പുള്ളിക്കാരത്തിയും ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, അവരൊക്കെ കൂടുതലും പേര് ഇവിടെ വരുന്നുണ്ട് ഇപ്പം എൻ്റെ അനുഭവം കൊണ്ട്. പിന്നെ അനാഥാലയത്തിൽ ഞാൻ പോകും. കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം ഞാൻ ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബാഗില്ലാത്തവർക്ക് ബാഗ്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം, പിന്നെ ഫുഡ് മേടിക്കാനൊക്കെ ആയിട്ട് എൻ്റെ അടുത്തായിട്ട് ആര് വന്നാലും എന്നെക്കൊണ്ട് കഴിയാവുന്ന ഞാൻ സഹായം ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട്. ഈ അൾത്താരയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം 2 കൊല്ലമായുള്ളൂ ഞാനിവിടെ വന്നിട്ട്. ആ 2 കൊല്ലത്തിനുള്ളിൽ എനിക്ക് എപ്പോഴും എന്ത് കാര്യത്തിനും എനിക്കൊരു തടസ്സമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്നാൽ എനിക്കറിയാം എവിടെന്നെങ്കിലും ഒരു പോസിറ്റീവ് എനിക്ക് വരുന്നുണ്ട്. അത് ഈ അമ്മ കാരണമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം അല്ലെങ്കിൽ ഒത്തിരി ഞാൻ എന്നെക്കൊണ്ട് കഴിയാറില്ല. എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഈ അമ്മയുടെ പ്രാർത്ഥനയും വചനങ്ങളും ഞാൻ ചൊല്ലാറുണ്ട്. നടക്കണ വഴിക്കൊക്കെ ഞാൻ ചൊല്ലിക്കൊണ്ട് നടക്കുന്നത്. എനിക്കറിയില്ല, ഒരു പാട്ട് പോലെ എൻ്റെ വായിൽ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും വചനങ്ങൾ. ഉറക്കത്തിൽ ഞാൻ അബോധാവസ്ഥ നല്ല ഉറക്കത്തിൽ പോലും എനിക്ക് എപ്പോഴും എൻ്റെ വചനം മനസ്സിൽ വരുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാന്ന് അറിയാൻ പാടില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും വചനം വരുന്നത്. ഇപ്പോഴാണെങ്കിലും എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വചനം വരും. അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിന്മേലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അമ്മയോടുള്ള വിശ്വാസം എന്നിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്ന് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ജെറമയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 12-ാം വചനമാണ്. നമ്മളേത് സാഹചര്യത്തിനാണെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എത്ര ദൂരെയായാലും എത്ര ദുഃഖത്തിലും നിരാശയിലും ആയിരുന്നാലും നമ്മെ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് നമ്മൾ വേദനകളോടെ ദൈവത്തെ വിളിക്കുമ്പോഴാണ്, കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നിശബ്ദതയിൽ ദൈവം നമ്മളെ കേൾക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എടുക്കുന്നത്, കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയാണ് നമ്മളോട് പറഞ്ഞത്, എന്നെ അല്ല എൻ്റെ മകനെ വിളിക്കൂ എന്നാണ്. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം എൻ്റെ മകനോട് പറയാം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. എപ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് സനിത എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തിട്ട് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നത് 4 വർഷം നീണ്ടു നിന്ന ശ്വാസം മുട്ടിൽ നിന്നുള്ള ഒരു വിടുതലും പിന്നെ ഒരു ഭവനത്തിന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടിയിട്ടുമൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഉടനെ പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. ഒരു ഭവനം ഒരു സ്വപ്നം മാത്രമായിരുന്നു.
അമ്മ തന്നതാണെന്ന് വീണ്ടും വീണ്ടും ഈ മകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോഴും ആ മകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. 10 വർഷമായി സ്ഥലം മേടിച്ചിട്ടു. ഒരു വീട് വെക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ആ മകൾക്കറിയാം. ഇവിടെ വന്ന് കണ്ണീരോടെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഞങ്ങൾക്കൊരു ഭവനം വേണം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് എപ്പോഴും പറയും, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടത്, അമ്മ ഈശോയിലേക്ക് എത്തിക്കുമെന്ന്. അങ്ങനെ ഒരു ഭവനം ഒരു സ്വപ്നം മാത്രമായിരുന്ന ഈ മകള് പരിശുദ്ധ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മ എനിക്കൊരു ഭവനം വേണം. പിന്നീട് അമ്മയാണ് ഈശോയോട് പറഞ്ഞ ആ ഭവനം കൊടുത്തത്. അതുകൊണ്ടാണ് ഈ മകൾ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്, അമ്മ തന്നതാണ് ഈ വീട് എന്ന്. അതുപോലെ തന്നെയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് 3ാം റാങ്കാണ്. അതിന് മുന്നും ആൾക്കാരുണ്ടായിരുന്നു, വ്യക്തികളുണ്ടായിരുന്നു. പക്ഷേ ഈ മോളെ സെലക്ട് ചെയ്തത് അത് ഉടമ്പടിയിലായതുകൊണ്ടാണ്. പിന്നീട് ഈ മകൾ തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ട്, ഞാൻ ഉടമ്പടിയിലാണ്, പരിശുദ്ധ അമ്മ ഈശോയുമാണ് എനിക്ക് ഈ ജോലി തന്നത് എന്നാണ്. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമുക്ക് മുറുക്കെ പിടിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തിക്കുന്ന അമ്മയാണ്. അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്കും ഈശോയെ വിളിക്കാം. ദൈവം ദൂരെയല്ല, വിളിക്കുന്നവനെ അവന് കേൾക്കുന്ന ദൈവം കേൾക്കുന്നു. ദൈവത്തെ വിളിക്കാൻ ധൈര്യം നമ്മുടെ അമ്മയാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ കരം പിടിച്ച് നമുക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ഭക്തിയോടെ നമുക്കും വിളിക്കാം. ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സന്നിധിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം. പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും കോടാനക്കോടി നന്ദി. എൻ്റെ പേര് അലീന ജോജി, ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ, ഇത് ചേച്ചി, ചേട്ടൻ, കൊച്ച്. ഞാൻ ഉടമ്പടി എടുക്കാണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയി 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ചെറിയ രീതിയിൽ ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് നല്ല രീതിയിൽ ബ്ലീഡിങ് കൂടുകയും ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഒത്തിരി താഴെയാണ്, അതുകൊണ്ട് ഈ കുഞ്ഞ് 90% അബോർഷനായി പോകുമെന്ന്. അങ്ങനെ കേട്ടപ്പോൾ വളരെയേറെ സങ്കടമായി. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഈ കുഞ്ഞിനെ ഈ അൾത്താരയിൽ കിടത്തുവാൻ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തരണേ എന്ന്. അങ്ങനെ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാം ഉടമ്പടി തൈലം പുറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിംഗ് ഒന്നുമില്ല, കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ മാസങ്ങളെല്ലാം കടന്നുപോയി 35 വീക്സ് ആയപ്പോഴേക്കും ചേച്ചിക്ക് ഫ്ലൂയിഡ് പോവാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം അഡ്മിറ്റാക്കുകയും അവർ ലേബർ റൂമിൽ കയറ്റുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം 12 മണി വരെ നോക്കാമെന്ന്. പക്ഷേ 35 വീക്സ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തല കീഴ്പോട്ടാവുന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് ഇറങ്ങി വരാൻ ഒത്തിരി താമസമുണ്ട്, ആൾക്ക് നല്ല പെയിനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചേച്ചി അഡ്മിറ്റ് ആക്കിയ സമയത്ത് ഞാൻ പേപ്പറിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധ അമ്മയെ അമ്മയുടെ തൈലത്തിന് മുകളിൽ കത്തിവെക്കാൻ ഒരിക്കലും ഇടവരുത്തരുതേ എന്ന് ചേച്ചിക്ക് എന്നും ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ 12 മണിയാണ് ആദ്യം സമയം പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ വീണ്ടും അത് 4 മണി വരെ ആക്കി. അങ്ങനെ 4 മണി വരെ ആക്കിയപ്പോൾ യാതൊരു മാറ്റവും ഉണ്ടായില്ല, ആൾക്ക് പെയിനുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു 4:30 ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ആൾ പറയുന്നത് ഓപ്പറേഷൻ വേണമെന്നാണ്, നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയെ കാണാൻ ഞങ്ങൾക്കൊരവസരം കൂടി കിട്ടി. ആ സമയത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച്, ഞാൻ ചേച്ചിയുടെ നെറ്റിയിൽ കുരിശ് വരച്ചു. എല്ലാ പ്രാവശ്യവും ഞാൻ 4 സൈഡിലായിട്ടാണ് തൈലം പുരട്ടിയിരുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മളൊരു കത്തി എങ്ങനെയാണോ വെച്ച് മുറിക്കുന്നത് അതുപോലെ ആയിരുന്നു. ഞാൻ ആ സമയത്ത് തൈലമെടുത്ത് 2 പ്രാവശ്യം ഞാൻ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ പുരട്ടി. ആ സമയത്ത് അസിസ്റ്റൻറ്റ് ഡോക്ടറും മെയിൻ ഡോക്ടറും എല്ലാം കൂടെ ഉണ്ടായിരുന്നു.
അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. തൊട്ടടുത്തുള്ള ചാപ്പലിലിരുന്ന്, ലേബനൂമിൻ്റെ തൊട്ടടുത്ത് ഒരു ചാപ്പലാണ്. അപ്പോൾ ആ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒരു 5 മണി വരെ നോക്കാമെന്ന്. കാരണം ഫ്ലൂയിഡ് പോയത് കൊണ്ട് കൊച്ചിനെ ഒത്തിരി നേരം നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല, കുഞ്ഞിനെ ഇൻഫെക്ഷൻ ആവും, അതുകൊണ്ട് സിസേറിയൻ മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തൈലം പുരട്ടി ഇറങ്ങിയതിന് ശേഷം പിന്നീട് വേഗത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും, വേഗത്തിലായിരുന്നു. അങ്ങനെ 5:11 ഞങ്ങൾക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് എന്ന് പറയുന്നത്, ഇവിടെ സാക്ഷ്യങ്ങളെല്ലാം പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ അടയാളങ്ങൾ കിട്ടിയെന്ന്, മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി, അല്ലെങ്കിൽ സ്വപ്നത്തിൽ മാതാവ് വന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ഒരു അടയാളം നീ തരുമോ എന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ പരിശുദ്ധമ്മ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കൊന്തച്ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയിൽ മുകളിലായിട്ട് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു നിന്നു. വേറെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പച്ചത്തിരിയിൽ മാതാവിൻ്റെ പൂർണ്ണരൂപം കിരീടം വെച്ച് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അതിന് സൈഡിലായിട്ട് ഒരു വൈറ്റ് ഹാർട്ട് ഉണ്ടായിരുന്നു. തിരിയുടെ മുകളിലായിട്ട് ഒരു രക്തക്കട്ട പോലെ ഉണ്ടായിരുന്നു. ഈ ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഈ മകൾക്ക് 2 മാസം പീരീഡ്സ് ആയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിൽ 6.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്നും ഇത് ഓപ്പറേഷൻ ചെയ്യാതെ മാറുകയില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലമെടുത്ത് വയറ്റത്ത് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആ സിസ്റ്റം പൊട്ടിപ്പോവുകയും തിരെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നും പിറ്റേ മാസം തുടങ്ങി റെഗുലറായിട്ട് പീരീഡ്സ് ആവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ, ഞങ്ങളുടെ പറമ്പിൽ സാധാ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുകയില്ല. ഞങ്ങളുടെ കൃഷിസ്ഥലം നനയ്ക്കുന്നതിന് ഒരു കുഴൽ കിണർ താത്താൻ ഞങ്ങൾ തീരുമാനിച്ച് താത്താൻ വന്നപ്പോൾ നാട്ടുകാർ തടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമതും കിണർ താത്തി 40 അടി താഴ്ചയെത്തിയപ്പോൾ നാട്ടുകാർ പോലീസിനെ വിളിക്കുകയും തടുക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈ കിണറിൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് തീരെ കിണർ താത്തി കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാൾ പോലും തടസ്സം ചെയ്യാതെ ഞങ്ങൾ കിണർ താത്തി ആവശ്യത്തിന് വെള്ളം കിട്ടി. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് വഴിയിലിരിക്കുന്നവർക്കെല്ലാം ചോറ് വാങ്ങിക്കൊടുക്കും. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രമായാലും ഹോസ്പിറ്റലുകളിൽ റൂമുകളിലെല്ലാം കയറി കൊടുക്കും. വഴിയിലിരിക്കുന്നവർക്ക് എല്ലാം കൊടുക്കും. ആത്മീയമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് കൂടുതൽ ബൈബിൾ വായിക്കുവാനും കൊന്തയൊക്കെ ചൊല്ലിയിരുന്ന സമയമെല്ലാം അലസതയോട് കൂടിയിരുന്നാണ് ഞാൻ ചൊല്ലിയിട്ടുള്ളത്. ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി കൊന്ത ചെല്ലുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ കുമ്പസാരിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായി ഞാൻ കുമ്പസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇതാണ് എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം. ഞാനും അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും കുമ്പസാരിക്കുകയും ചോറ് കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. ബൈബിൾ വായിക്കാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം. ഡോക്ടർ അബോഷനാവ് പറഞ്ഞ സമയത്ത് റൂമിൽ വെച്ച് ചേച്ചി കാശുരൂപം വയറ്റിന് മുകളിൽ വിശ്വാസം ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് താഴെയാണ്, ആ കുഞ്ഞ് അബോഷനായി പോകുമെന്നാണ്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഏകദേശം ഒരു 2:30 സമയമായിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് എന്തോ പിടിച്ച് കയറ്റി വെക്കുന്നതായിട്ട് എൻ്റെ ചേച്ചിക്ക് അനുഭവപ്പെട്ടു.
ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയുള്ള അനുഗ്രഹങ്ങൾ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഒരിക്കൽ കൂടി കോടാനക്കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ ചുരുക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 44-ാം അധ്യായം 8-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശില എൻ്റെ അറിവിലില്ല. അലീന ജോജി എന്ന ഈ മകൾ കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരെ രക്ഷിച്ച വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനാണ്. നമുക്കറിയാം ഒരു ജീവൻ്റെ വില എന്തുമാത്രമാണെന്ന്. ഓരോ ദിവസവും നമ്മുടെ ന്യൂസ് പേപ്പർ തുറന്നു നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുന്നതും ഒരു വ്യക്തി മരിച്ചു പോകുന്നതിനെക്കുറിച്ചുമെല്ലാം നാം വായിക്കുമ്പോൾ ചിലരുടെ എല്ലാം ജീവിത അവസ്ഥകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഇന്നിവിടെ ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് ഇത്ര പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നെല്ലാം ചില ജീവിതങ്ങൾക്ക് ചില കേസുകളിൽ പെടുന്നവർക്കെല്ലാം വലിയ പിഴ അടയ്ക്കേണ്ടി വരുമ്പോൾ അവരുടെ ജീവൻ്റെ വില നമുക്ക് എത്രയാണെന്ന് നാം അളന്നു നോക്കാറുണ്ട്. അലീനയുടെ ചേച്ചിയുടെ കുഞ്ഞിനെക്കുറിച്ച് അലീന സംസാരിക്കുകയായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ ബ്ലീഡിങ് വന്നപ്പോൾ 90% അബോട്ടായി പോകേണ്ട ഒരു കുഞ്ഞാണ് ഇന്നിവരുടെ കയ്യിലിരിക്കുന്നത്. അവർക്ക് 5-ാം മാസത്തിൽ യാതൊരു കുഴപ്പമില്ല എന്നറിയിക്കുകയും അതിനുശേഷം പ്രഗ്നൻസി 35th വീക്ക് ആയപ്പോൾ വീണ്ടും വലിയ കോംപ്ലിക്കേഷനിലൂടെ പോകുമ്പോൾ കാശുരൂപത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപത്തിൻ്റെ വലിയ ശക്തി അവർക്ക് അനുഭവപ്പെട്ടതായി ഇവർ ഏറ്റുപറയുകയാണ്. നമുക്കറിയാം ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം നാം കൃത്യമായി ഉപയോഗിക്കുന്നത് നമ്മുടെ വിശ്വസ്തയോടു കൂടിയുള്ള ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരടയാളം കൂടിയായിരിക്കും. ഉടമ്പടി കാശുരൂപമോ ഉടമ്പടി നേർച്ച വസ്തുക്കളോ വെറുതെ കയ്യിലെടുത്തതുകൊണ്ട് അത് നമുക്കറിയാം അതിനൊരു പക്ഷേ അതിൻ്റെ ആക്ടിവേഷൻ നടന്നില്ല എന്ന് വരാം. നാം വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടു കൂടി നാം കയ്യിലെടുക്കുമ്പോഴാണ് ഒരുപക്ഷെ കാശുരൂപം അത് വൈബ്രേറ്റ് ചെയ്യുന്നതായും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ നിശ്ചലമായ അവസ്ഥകളെയും ചലിപ്പിക്കുന്നതായും നമുക്ക് അനുഭവപ്പെടുന്നതും നാം അനുഭവിക്കുന്നതും അപ്പോഴാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ മകളുടെ ഓവറിയൽ സിസ്റ്റ് വന്ന് അതൊരു 6.5 എന്ന ഒരു സെൻറ്റിമീറ്റർ വലിപ്പം, ഒരു ഹാഫ് എ സ്കെയിലിൻ്റെ വലിപ്പത്തിൽ പോലും ആ ഒരു സിസ്റ്റ് വളരെ പെട്ടെന്നാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു മരുന്നും കൂടാതെ തന്നെ അവർ തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്രത്യക്ഷമായത്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ടായി. അവർക്കൊരു ബോർവെല്ല് കുത്താനുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പരിശുദ്ധ അമ്മ മാറ്റിക്കൊടുക്കുകയായിരുന്നു. എത്ര തന്നെ ഇൻഫ്ലുവൻസുള്ള ആളുകൾ, പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ പോലീസ് അധികൃതരോ വന്ന് നമ്മയെല്ലാം തടസ്സങ്ങൾ വന്നാലും ഈശോ തടസ്സം വയ്ക്കാത്ത ഒരു കാര്യങ്ങളും ഒരിക്കലും അത് തടസ്സമായിരിക്കുകയില്ല എന്ന് ഈ സാക്ഷ്യം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. നാം ഭയപ്പെടുന്ന, ആശങ്കപ്പെടുന്ന, നമ്മെ വറി ചെയ്യിക്കുന്ന, നമ്മെ പേടിപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളിലും ക്രൂശിതൻ്റെ ആ രക്ഷ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ നമുക്ക് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നൽകിയിരിക്കുന്നത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ഏതെല്ലാം അസാധ്യമായ കാര്യങ്ങളാണോ പരിശുദ്ധ അമ്മയ്ക്ക് പലതിനെയും തടഞ്ഞു നിർക്കാനും പലതിനെയും മൂവ് ചെയ്യിക്കുവാനും സമയച്ചുരുക്കത്തിലെല്ലാം നമുക്ക് പ്രാപിച്ചു തരുവാനും സാധിക്കുമെന്ന് ഈ അലീനയുടെ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളും, നമ്മുടെ എല്ലാ കണ്ണുനീരിനെയും എല്ലാ സങ്കടങ്ങളെയും നാം എത്ര തന്നെ പഴയതായി എത്ര വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന എത്ര സങ്കടങ്ങളുള്ള കാര്യങ്ങളായാലും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. അമ്മ ഇന്ന് തന്നെ നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലീനയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക്